കോഴിക്കോട് കാക്കൂരിൽ ചേലാകർമ്മത്തിനിടെ മരിച്ച കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ കാക്കൂർ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. നിഖിൽ പ്രമേഷ് പാലക്കാട് കോഴിക്കോട് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. പാട്ടുവഴിയൊക്കെ നന്നായി പോകുന്നുണ്ട്. നിഖിലെ, പറയൂ. താങ്ക് യു സ്കേൻ. ഈ കക്കൂരിലെ വിഷയത്തിലേക്ക് വന്നാൽ ഇന്നലെ രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിനെ ചേലാകർമ്മത്തിന് വേണ്ടി കാക്കൂരിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ എത്തിക്കുന്നത്. അവിടെ എത്തിക്കുന്നവരെ ആ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ പിതാവ് പറയുന്നത്. അവരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ആ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ ചേലാകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആ കുഞ്ഞിനൊരു മരുന്ന് നൽകിയതിന് പിന്നാലെ ഈ കുഞ്ഞ് അനക്കമില്ലാതാവുകയും തങ്ങളോട് പ്രതികരിക്കാതാവുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ പിന്നീട് വിദഗ്ധ ചികിത്സയുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഈ ക്ലിനിക്കിലെ ആളുകൾ തന്നെ ആവശ്യപ്പെടുകയും ഇവിടെ എത്തിക്കുമ്പോഴേക്കും ഈ കുഞ്ഞിന് ജീവൻ നഷ്ടമാകുകയും ചെയ്തു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാക്കൂർ പോലീസ് ബന്ധുക്കളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അക്കാര്യം അറിയണമെങ്കിൽ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട്. പക്ഷേ ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേവലം 2 മാസം മാത്രമാണ് ഈ കുഞ്ഞിൻ്റെ പ്രായം. ആ കുഞ്ഞിനെ അവിടെ എത്തിക്കുന്നവരെ യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഫീഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കുഞ്ഞ്, വളരെ ഊർജ്ജസ്വലനായിരുന്ന ഒരു കുഞ്ഞ്. പക്ഷെ പെട്ടെന്ന് ഈ മരുന്ന് നൽകിയതിന് തൊട്ട് പിന്നാലെ ഈ കുഞ്ഞിന് അനക്കമില്ലാതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ചികിത്സാ പിഴവ് എന്നുള്ളൊരു ആരോപണം അവർ ഉന്നയിക്കുന്നതും. എന്തായാലും ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കും. ആ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളതാണ് കാക്കൂർ പോലീസും വ്യക്തമാക്കുന്ന കാര്യം. എസ് കെ നിഖിൽ പ്രമേഷ്.